നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിൻസി അപ്പാനി ശരത് ഈ ഒരു വിഷയമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് കത്തി നിൽക്കുന്നത്. ആരുടെ എല്ലാ ചർച്ചാ വിഷയം അതാണ്. ഇന്നലെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട കുറെ ക്ലിപ്പിംഗിൽ നിന്നാണ് നിങ്ങൾ പലരും ഇങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ആണ് എന്ന് അറിയുന്നത്. അതായത് നമ്മുടെ ഷാനവാസ് പറയുന്നു, എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്, അറിഞ്ഞു കഴിഞ്ഞാൽ മോൻ അതൊട്ടും ദഹിക്കത്തില്ല, അത് നിനക്ക് നല്ലതിനല്ല, ഞാൻ അത് പറയാത്തത് എൻ്റെ ഒരു സഹോദരി, എൻ്റെ ഒരു സിസ്റ്റർ അവിടെ നിൽക്കുന്നു, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ ഇന്നലെ ലൈവ് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ലൈവിൽ ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? ഇപ്പോ ഷാനവാസ് പറയുന്നുണ്ട്, എൻ്റെ പ്രൂഫ് ഉണ്ട്. അവിടെയുള്ള എല്ലാവരും, ഷാനവാസ് ആയിക്കോട്ടെ, അവിടെയുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും ഇതങ്ങോട്ട് പറയാനുള്ള ഒരു മടിയുണ്ട്. അപ്പൊ എൻ്റെ പ്രൂഫ് ഉണ്ട്. എന്താണ് പ്രൂഫ്? ആ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഞാൻ ഇവിടെ വെക്കാം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നു എന്നുള്ളത്, ഇവർക്കൊരു ഡൗട്ട്, ഇവർ തമ്മിൽ ഒരു ലവ് കോംബോ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധമാണോ എന്ന് ഇവരൊക്കെ പറയാൻ കാരണമുണ്ട്. അതുമല്ല, ഇന്നലെ ഷാനവാസ് ഇതെടുത്ത് ഇട്ടപ്പോൾ, ലൈവിൽ കണ്ടതാണ്, ഷാനവാസ് ഈ ഒരു സാധനം ഇട്ടപ്പോൾ അപ്പാനിയുടെ കാറ്റുപോയി അപ്പാനി നിൽക്കുക, ഒരക്ഷരം മിണ്ടാതെ കല്ലുപോലെയായി എന്ത് മറുപടി പറയണം എന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ അപ്പാനി നിൽക്കുന്നു. അതിനുശേഷം ഉടനീളം ഈ പറയുന്ന നമ്മുടെ ഷാനവാസിന്റെ ബാക്കിൽ നടന്നുകൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾ കളിക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കളിക്കുക, ഇതെടുത്തിട്ട് കളിക്കരുത് എന്നുള്ള രീതിയിൽ നടക്കുന്നു. അപ്പൊ ആ ഒരു സീന് കാണുമ്പോൾ ഇതിനകത്ത് എന്തോ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പാനിയുടെ കേസ് അറിയാലോ, അനിമോൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോ തന്നെ അനിമോളെ വാളെടുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് നടന്ന അപ്പാനി ഈ നമ്മുടെ ഷാനവാസ് പറയുമ്പോൾ അവിടെ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന എന്തോ സാധനം ഉണ്ട് ഇതിനകത്ത്, അല്ലെങ്കിൽ ഇവർ സംശയിക്കാനുള്ള എന്തോ സാധനം ഉണ്ട് എന്ന് മനസ്സിലാവും. അതുമല്ല, നമ്മൾ ജിസേൽ പറയുന്നുണ്ടല്ലോ, ജിസേൽ അവിടെ പറയുന്നുണ്ട് ഈ കേസ് ഇവിടെ മിണ്ടണ്ട എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നു? അതായത് ഇത് നടന്നത് ശനിയാഴ്ചയാണ്, അതായത് വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഈ പറയുന്ന പിന്നെ നമ്മുടെ ഇത് വീക്കെൻഡ് എപ്പിസോഡിന്റെ തലേ ദിവസം, ശനിയാഴ്ച ആണല്ലോ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. വെള്ളിയാഴ്ച നടന്നത് നമ്മളെ കാണിക്കുന്നത് ശനിയാഴ്ചയാണ്. ആ സമയത്ത് ഇവർ ഏതാണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 12 മണി തൊട്ട് ഏതാണ്ട് ഒരു 3 മണി വരെ, എനിക്ക് തോന്നുന്നു ഒരു 2-3 മണി വരെ ഇവർ അടുത്തടുത്ത് തന്നെയായിരുന്നു. ഇവർ ഓരോ സ്ഥലങ്ങൾ മാറിയിരുന്ന് ഓരോ കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നു. ഇത് ഞാനിപ്പോ പറയാൻ കാരണം, ഇത് എൻ്റെ ഞാൻ അപ്പോഴേ പിന്നീട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഞാനിത് പറയില്ലെന്ന്, കാരണം പുറത്തായതല്ലേ. അപ്പൊ ഇന്നലെ ഏഷ്യാനെറ്റ് തന്നെ ഇതിന്റെ ക്ലിപ്പ്, ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ പുറത്തുവിട്ട സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇവർ പറയുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംശയം അവർക്ക് തോന്നി എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യം ഞാൻ പറഞ്ഞു. ആദ്യം ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ കളിച്ചോളൂ, ഒരു പാട്ട് ഡാൻസ് കളിച്ചാൽ മതിയായിരുന്നു. ഇന്നലെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു, എന്താ നമുക്ക് ഇതെല്ലാം കളിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷെ ഷാനവാസിനാണെങ്കിൽ ഡാൻസ് എങ്ങാനും പോയാലും മറ്റേ സ്ഥാനത്ത് പിടിച്ചിരിക്കണമായിരുന്നു പുള്ളിക്ക്. പുള്ളിൻ്റെ അത് പറഞ്ഞ് ഇഷ്ടപ്പെടാണ്ടായിട്ട് ഞങ്ങൾ ഇത് വിചാരിച്ചൊന്നുമല്ല ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റെപ്പെല്ലാം തൊട്ട് ഏത് ടീമിലേക്ക് ആ ടീമല്ല, കിച്ചൺ അല്ല. എനിക്ക് സരിക ചേച്ചി പറഞ്ഞ 2 ടീമായി പോയി. അത് ഞാൻ കണ്ടു. അല്ല, ഞാൻ ഇൻഡിവിജ്വൽ. നീ ഇൻഡിവിജ്വൽ അല്ല. അല്ല, നീ 2 ടീമിലുമുണ്ട്. ഇല്ല, ഹാഫ് ടൈം ആ ടീം, ഹാഫ് ടൈം ഈ ടീം. ഇതൊരു ക്ലിപ്പിംഗ് മാത്രമാണ്. ഈ ഒരു സീസൺ ഇതിലെന്തെങ്കിലും പിന്നീട് മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. ഇതിനകത്തൊരു മോശവും ഇല്ല. ഇതിനകത്ത് നമ്മൾ കാണുന്നത്
എന്ത് ചെയ്യുന്നു, അപ്പാനി ശരത്തും ഈ പറയുന്ന ബിൻസിയും ഈ അക്ബറും അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ ബിൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ അപ്പാനി ശരത്തിന്റെ പിന്നെ തലയിൽ തടവുന്നുണ്ട്. അപ്പൊ അതായത് മസാജ് ചെയ്യുന്നുണ്ട്. ഈ മസാജ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അപ്പാനി ശരത്തിനെ കഴുത്തിൽ ഇരിക്കുന്ന കൈയിനെ എടുത്ത് മേലോട്ട് വെക്കുന്നു. ഇത് നമ്മൾ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഇല്ല. ഇതൊരു സംശയം വരാനുള്ള കാരണം ഇത് ഒരു സീന് മാത്രമാണ്. ഇതിൽ പല സീനുകളിലും ഇവർ തമ്മിൽ മാത്രമേ ഉള്ളൂ. ഇവർ പലതും സംസാരിക്കുന്നത്. ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അക്ബർ എന്നെ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർന്നോ? അപ്പൊ അവർ പറഞ്ഞേ നേരെ എന്ത് കാര്യം, നമ്മൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്ന് ആക്കുന്നത് പലവരും ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പൊ എനിക്കിതിൽ മനസ്സിലായത്, അപ്പൊ ഇവര് ഇത് പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പല സ്ഥലത്ത് അവിടെ നിന്നിരിക്കും, അപ്പാനി അയച്ച് അപ്പുറത്ത് പോകുമ്പോൾ ഇവള് വീണ്ടും പോകും, അടുത്ത് പോയിരിക്കും. ഇങ്ങനെയുള്ള ഈ ഒരു സംഭവങ്ങൾ ഈ ഒരു വീഡിയോ 1-2 കാണുമ്പോൾ നമുക്കറിയാം ഇതായത് ഒരു ലവ് സ്ട്രാറ്റജി, ഒരു ലവ് ട്രാക്കിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അത് അപ്പാനി ഈ പറയുന്ന ബിൻസിയോട് പറയുന്നതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും വിഷയമല്ല, എന്റെ ഭാര്യയ്ക്ക് അറിയാം ഞാൻ എവിടെ പോയാലും ഞാൻ പല റിലേഷൻ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ഇത് വിഷയമില്ല എന്ന് ബിൻസി എടുത്ത് പറയുമ്പോൾ അത് എന്ത് ഭാര്യയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ലോജിക്കാണ് ഇതിലുള്ളതെന്ന് എനിക്ക് അപ്പാനി പറയുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് യോജിക്കുന്നില്ല. എന്റെ ഭാര്യ ഉണ്ടായപ്പോ തന്നെ എനിക്ക് 3 വേറെ പിന്നെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വലിയ അഭിമാനത്തോടെ അപ്പം അപ്പാനി പറയുന്നു. എനിക്കറിയത്തില്ല ഇത് എവിടെയാണ് ഇവർ ജീവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോ ഈ ഒരു സാധനം കൂടി കേൾക്കുമ്പോൾ ഇവരൊരു ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതൊരു ആത്മാർത്ഥ പ്രണയമാവാനുള്ള സമയമായില്ല. ഇനി അവർക്ക് സംശയം തോന്നാൻ കാരണം ഇത് തന്നെയാണ്. അതായത് ഈ ഒരു 2 ദിവസം കൊണ്ട് ഉടലെടുത്ത സ്നേഹബന്ധമാണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പാണിത്. അതുവരെ ഇവര് തമ്മിൽ ഒരു ഇതും ഇല്ലായിരുന്നു. ഇവര് തമ്മിൽ എന്തിനാ അങ്ങോട്ടേ സാധാ ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ, അതുപോലെ ഇത്രയ്ക്ക് അടുക്കാനായിട്ടുള്ള ദിവസങ്ങളും അവിടെ ആയില്ല. ഒരു മറ്റൊരു വേറെ ഒരു പിന്നെ മത്സരാർത്ഥികൾ തമ്മിൽ ഇങ്ങനെ ഒരു അടുപ്പം നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പൊ ഇത് പെട്ടെന്നൊരു 2 ദിവസം കൊണ്ട് ഇവര് തമ്മിൽ അടുത്ത് കാണുകയും ഇവര് തമ്മിൽ വളരെ അടുത്ത് പെരുമാറുകയും എന്ത് ചെയ്തു, വർഷങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളോടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിന്റെ പിന്നീട് ഡൗട്ട് തോന്നും. ഇപ്പൊ നമുക്ക് ഡൗട്ട് തോന്നിയില്ലേ, നിങ്ങൾ തന്നെ ഞെട്ടിയില്ലേ, ഇതെന്തൊരു പാടപ്പ, ഇന്നലെ വരെ നമ്മളൊന്നും കണ്ടില്ല, ഇന്നതാ ഇവരെന്ത് പോകുന്നിടത്ത് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, പിന്നീട് നമുക്ക് പിന്നെ കാണാന്ന് പറയുന്നു. മനസ്സിലായി? അതായത് കുറെ ദിവസമായി, ഒരു 50 ദിവസം കഴിഞ്ഞൊക്കെയാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുന്നത്. അതിന് കാരണക്കാര് ഇവർ തന്നെയാണ്. ഇവർ ഇട്ടുകൊടുത്ത സാധനങ്ങളാണ് ഈ ഒരു സാധനങ്ങളൊക്കെ. മനസ്സിലായി? ഇവർ ഇട്ടുകൊടുത്തതാ. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഷാനവാസ് പലതും കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഷാനവാസ് പറയുന്നത്, എന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത്, എനിക്കറിയാം എന്ത് പറയണമെന്ന് എന്നും പറഞ്ഞ് ബിൻസിയെ മോശമായി ചിത്രീകരിക്കുകയോ ഇവനെ മോശമായി ചിത്രീകരിക്കുകയോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടത് കൊണ്ട് എന്തുകൊണ്ട് അവരിങ്ങനെ പറയുന്നു, എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നുന്നു. കാരണം നമുക്കിപ്പം റിവ്യൂ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരേണ്ടതായിട്ടിരിക്കുന്നു. ഇപ്പൊ പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. ഇത് എന്തുകൊണ്ട് ഇവർ കള്ളമാണോ പറയുന്നത്, ഇവർ സത്യമാണോ, എന്തിനിങ്ങനെ പറയുന്നു, നമ്മളൊന്നും കണ്ടില്ലല്ലോ എന്ന് കുറെ പ്രേക്ഷകർ ഇങ്ങനെ ആലോചിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റിയാ എന്തുകൊണ്ട് അവരിങ്ങനെ. അപ്പൊ ഇവരൊരു ലവ്, അത് ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ബിൻസി ഓൾറെഡി നോമിനേഷൻ ഉണ്ടായിരുന്നു, 1-2 ദിവസമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ലവ് കോംബോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാം. അതൊക്കെ ഗെയിമിലുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ലവ് കോംബോ പിടിക്കാൻ വേണ്ടി നോക്കി. ഇവിടെ ലവ് കോംബോ പിടിക്കാൻ നോക്കുമ്പോൾ മറ്റൊരു വിഷയം, ഈ പറയുന്ന അപ്പാനി ഓൾറെഡി മാരീഡ് ആണ്. അപ്പൊ അത് മറ്റൊരു കണ്ണിലേക്ക് കാണും, അത് തെറ്റിദ്ധരിക്കപ്പെടും. അപ്പൊ അവിടെയാണ് ഇവരൊക്കെ പറയുന്നാൽ കഴമ്പുണ്ടെന്ന് പറഞ്ഞാൽ കഴമ്പുണ്ട്. ഇവരൊക്കെ ഇത്രയും പറയുകയും അല്ലെങ്കിൽ ഷാനവാസ് ഇങ്ങനെ ഒരു കേസ് പറയുമ്പോൾ അപ്പാനിയുടെ വാടഞ്ഞു പോകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അവരതിന് ശ്രമിച്ചു എന്നുള്ളതാണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. നമുക്ക് വീണ്ടും കാണാം. അതുമല്ല മറ്റൊരു കേസ്, ചിലപ്പോൾ ഈ ഒരു സാധനം കത്തി കയറി കഴിഞ്ഞാൽ ബിൻസി ഇത് കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ ബിൻസിയെ തിരിച്ചു വിളിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട്. ബിൻസിയിൽ നിന്ന് വലിയൊരു കാര്യമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഈ ഒരു അവസരം കൊണ്ട് ഇതിങ്ങനെ കത്തി കയറുന്നത് കൊണ്ട് ചിലപ്പോ ബിൻസിക്കുള്ള ഒരു റീ എൻട്രി നടക്കാനുള്ള ചാൻസസ്. റീ എൻട്രി എന്നാൽ ഉറപ്പായിട്ടും നമുക്ക് കണ്ടന്റ് കിട്ടും. നമുക്ക് വേണ്ടത് കണ്ടന്റ് ആണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.